നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ആധാറുമായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ ലിങ്ക് ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും, അതല്ല ഇനിയിപ്പോൾ ചെയ്യാനുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ മൊബൈൽ നമ്പർ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യുക. നമ്മുടെ OTPയും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു നമ്പറിലേക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ആണ്. അപ്പോൾ ഡോക്യുമെന്റ്സ് മെയിനായിട്ടും ചെക്ക് ചെയ്യുക. കാരണം ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ തന്നെയല്ലേ നിങ്ങൾ കൊടുക്കുന്നതെന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ എത്ര MB ആണോ പറഞ്ഞിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ആ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ SSLC, അതുപോലെ തന്നെ ആധാർ, അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ടും ചോദിക്കുന്നതാണ്. അപ്പം അതൊക്കെ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ അത് പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് തന്നെയാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു 3 ഇയറോളം നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അപ്പം അതല്ലെങ്കിൽ 1 ഇയർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ ഇമെയിൽ ID, ഫോൺ നമ്പർ, അത്തരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലും അതുപോലെ തന്നെ ID കാർഡിലും അതുപോലെ സർട്ടിഫിക്കറ്റിലും നിങ്ങൾ ഈ ഒരു സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. എല്ലാവരും 2 തവണ ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത് കേട്ടോ. അത്തരത്തിലുള്ള കാര്യങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ട കാര്യമല്ല. നിങ്ങളുടെ കംപ്ലീറ്റ് സർവീസ് നമ്മൾ ഇവിടുന്ന് നിങ്ങളുടെ കൺഫർമേഷനോട് കൂടി തന്നെയാണ് ക്ലിയർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പുറത്തു നിന്നുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളത് അപ്ലൈ ചെയ്യാനായിട്ട്. നിങ്ങളിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തതാണോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ളതാണ്. അപ്പോൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്